അന്ന് ലഹള നടന്ന സ്പോട്ടിൽ നിന്നൊരു ബോഡി കണ്ടുകിട്ടിയത്രേ. കമാ. ഓ, ഈ ജനത്തിനെ കൊണ്ട് മടുത്തു സാർ. എവിടെ വരണം സാർ. ബോഡി ആരുടേതാണെന്നെങ്കിലും? എവിടെന്ന്? ഇവിടെ ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് ഫയർഫോഴ്സുകാർ ആദ്യം സാധനം കണ്ടത്. എക്സ്പ്ലോഷനും തീപിടുത്തവും ഒക്കെ കൂടെ ആയപ്പോ കരിഞ്ഞ് ചെതറി നാമാവശേഷമായി. പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. മെയിലോ ഫീമെയിൽ? അത് അങ്ങനെ ആണോ പെണ്ണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനി ചിലപ്പോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആകപ്പാട്. Any other lead? ഓ സർ. ഇത് ബോഡിയുടെ അടുത്ത് കിട്ടിയതാ. Don't open it. അതിനുള്ളിൽ ഫിലിം ഉണ്ടെങ്കിലോ? സോറി സർ, there is no film. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം. അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ പ്രസാദ്. ചിലപ്പോ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലോ? എനിവേ, കീപ് ദിസ് വിത്ത് യു ഇൻടാക്ട്. ഇത് മറ്റാരുടെയും കയ്യിൽ പെടാൻ പാടില്ല. സർ. സാർ, ഫോറൻസിക്കിൽ നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. മറ്റേ മാൻ മിസ്സിംഗ് കേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് നോക്കി. സാമ്യമുണ്ട് സാർ. സെക്സ് മെയിൽ, ഹൈറ്റ് അപ്രോക്സിമേറ്റ് 5'9", ഏജ് അപ്രോക്സിമേറ്റ് 27, കോംപ്ലക്ഷൻ ശരിയാണ് സാർ. ബോഡിക്കരിയിൽ നിന്നും ഈ ക്യാമറ കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇത് അയാളാകാനേ വഴിയുള്ളൂ. ഫോട്ടോ ജേർണലിസ്റ്റ് മധു. ബട്ട് ഹൗ? പ്രസാദ്, കീപ് ദിസ്. സാർ, ഈ മധു ഒരു സ്മാർട്ട് ഡാസ്ലിംഗ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നല്ലേ പ്രസാദ് പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചിടത്തോളം സാർ. ഇയാൾ ഈ ലഹള സ്ഥലത്ത് എങ്ങനെ വന്നു പെട്ടുവെന്നാണ് തന്റെ ഊഹം. കമ്മീഷണർ വളരെ സ്ട്രിക്റ്റായി പത്രക്കാർക്ക് പ്രവേശനം നിശ്ചയിച്ച സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ ബോഡി കിട്ടിയത്. സോ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മറ്റാർക്കും കിട്ടാത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് അല്ലേ? അപ്പോ വേറെ ഫിലിം, ക്യാമറയ്ക്കുള്ളിൽ ഫിലിം ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അയാൾ റൈറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് ഫിലിം ഒരുപക്ഷെ ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആയിക്കൊടുന്നുമില്ല. പക്ഷേ there is a chance. ഇതൊരു കൊലപാതകമാവാം, ഹോമിസൈഡ്. സർ, പിന്നെ അവശേഷിക്കുന്ന എന്ത് തന്നെ ആയാലും അയാളുടെ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ബി വിത്ത് ദം ആൻഡ് കീപ് മീ ടോൾഡ്. സർ, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കളക്ടർക്ക് എന്താണ് റോന്ന് ചോദിച്ചാൽ ഐ സ്റ്റിൽ ഡോണ്ട് നോ. വെറുതെ ആവാം. ബട്ട് എവിടെയൊക്കെ ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ, സംതിങ് ഫിഷി. അവന്റെ ഒരു തെളിവെടുപ്പ്. റോട്ടൺ കിറ്റ്. ഇവൻ ആരാന്നാ വിചാരം? സൂപ്പർ പോലീസോ അതോ CID-യോ? ജോസഫ് കാളയടോ. അവനൊന്നും ഇവിടെ ഒരു പുല്ല് സംഭവിക്കാൻ പോണില്ല. നോ, നോട്ട് ദാറ്റ് സിമ്പിൾ ജയൻ. ആ തെണ്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങേയറ്റം ആ ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കൂടെ ഹരിച്ചു കുണിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തും. അസ്വാഭാവിക മരണം, അതായത് അവനെ ആരാണ്ട് തല്ലിക്കൊന്നിട്ടാണെന്ന്. പക്ഷെ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ജ്യോത്സ്യന്മാരെ വിളിച്ചിരുത്തി കബഡി ഇരട്ടിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ. ബട്ട് ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടാവും. അതാണ് തിയറി. കൃത്യമായും അതിൽ തൊട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ പിന്നെ ആദ്യം തെറിക്കുന്നത് എന്റെ തൊപ്പ് തന്നെ ആയിരിക്കും. സോ വാട്ട്? തെറിക്കട്ടോ. തനിക്കറിയില്ല ശങ്കർ, ഖോർപ്പടെ ഇവന്റെ ബോസ് വിക്രം ഖോർപ്പടെ ദുബായിൽ പുതിയ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വാട്ട് ഡീൽ? ഇനി മുതൽ ഈ മലബാറിന്റെ ആകാശം വഴി ഏറ്റവും അധികം ചരക്കിറക്കുന്നത് നമ്മളായിരിക്കും. അഥവാ നമ്മൾ വഴിയല്ലാതെ നേരിട്ട് ആരെങ്കിലും ഇറക്കിയാൽ ഇനി മുതൽ നമുക്ക് കപ്പം തരാൻ ബാധ്യസ്ഥരായിരിക്കും പെർ എവരി ഡീൽ. ഇങ്ങോട്ട് ഗോൾഡ്, പകരം അങ്ങോട്ട് സാൻഡൽ ഓയിലും, പിന്നെ അവരാവശ്യപ്പെടുന്നത് എന്തും. വേണ്ടി വന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം തന്നെ നമ്മൾ കയറ്റി അയക്കൂടോ. അല്ലടാ കള്ള താൻ തോന്നി. പിന്നെ
നമ്മൾ ഉണ്ടാക്കിയ ലഹളയുടെ മനോഹരമായ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നം. അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി കോടികൾ കൊയ്യുന്ന ഇന്ദ്രജാലം. ഇപ്പൊ തന്നെ ലഹളയിൽ തകർന്ന മാർക്കറ്റ് സ്ട്രീറ്റിലെ പല ബിൽഡിങ്ങുകളും പണം മുടക്കി റിനോവേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ, ഞാനും താനും വിക്രം കോർപ്പറേയും അടങ്ങുന്ന 3 men സിൻഡിക്കേറ്റ്സ്. എന്താ ബോധിച്ചോ? പിന്നെ ദാ ഇവന്റെ കമാൻഡിൽ ഈ കേരളത്തിൽ എവിടെയും എന്തും നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ഒരു കൊച്ചു സൈന്യം കൂടെ ആവുമ്പോ പിന്നെ തനിക്ക് എന്തിനാടോ തൊപ്പി? ഈ തൊപ്പിയുടെ സ്ഥാനത്ത് തനിക്ക് ഞാനൊരു കിരീടം വെച്ചു തരും. ഒരു സാമന്ത രാജാവിന്റെ കിരീടം. ആരായാലും വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നിമ്മി? But he says it's urgent. ഒരു ഡോക്ടർ വിജയ്, ഫോറൻസിക് സർജൻ അത്രേ. യെസ്, ദാറ്റ്സ് റൈറ്റ്. ആ, ഓർമ്മയുണ്ട്. ഈസ് ഇറ്റ്? യെസ്, വി വിൽ മീറ്റ്. ഞാൻ ആളെ അയക്കാം. ബി ദെയർ. ഗുഡ്. ആ മധുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഓഹോ, എനിക്കറിയാം ഇയാളെ. ഒരരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെത്തടിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരി കൊടുത്തത്. ഈസ് ദ ഗൈ, ഡോക്ടർ വിജയ്. പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. അനന്താ, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരണം. KL is at 5181 വൈറ്റ് ഫിയറ്റ്. ബീച്ച് റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. He sounds excited. അനന്ത, ഇവിടെ വേണ്ട, അറിയാമല്ലോ. ടോണിയും കൂടെ കൂട്ടിക്കും. It was very obscure, and he made me very curious. He came to the lab also. എന്താ അയാളുടെ പേര്? That fool. പ്രസാദ്. Yes, പ്രസാദ്. ഇൻക്വസ്റ്റിൽ അൺയൂഷ്വൽ ആയി എന്തെങ്കിലും കണ്ടാൽ അയാളെ അറിയിക്കണം. അയാളെ മാത്രം. And who the hell is he? He sounded very vague. ആ ബഗർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ആ ബോഡി വീണ്ടും വീണ്ടും പരിശോധിച്ചത്. എന്നിട്ട് കണ്ടത് എന്താണെന്ന് പറഞ്ഞില്ല. Yes, I am coming to it. It is a clear case of murder. You mean it? Yes, അഫ്സൽ ഒന്നാം തരം കൊലപാതകം. Very authentic. മുഖത്തൊരിടി, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഒരു ഊക്കൻ പഞ്ച്, പിന്നെ പിന്നിൽ നിന്ന് മെഡ്യൂൾ ആംഗിൾ ഒരു നീറ്റ് മാസിവ് ചോപ്പ്. That finished him. നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ റയറ്റിൽ ബോംബ് പൊട്ടി മരിച്ചൊന്നുമല്ല. This is manslaughter, man. Manslaughter. But I don't know why he did it. I really don't know. But അയാൾ എന്തിനാ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്? ആ ACP. That puzzles me. നാളെ ഇത് പത്രങ്ങൾ കിട്ടിയാൽ, ഓ ഗോഡ്, there's going to be a fire. Volcano. പത്രങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? Yes, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. This place is very nosy. A nightmarish atmosphere. And who are all these crooks? Yes, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലോ? അല്ല, ലുക്ക് മിസ്റ്റർ വിജയ്, നമുക്കിത് ആരും അറിയാതെ ഹഷപ്പിയിലൂടെ No, we can't do that. യു മീൻ ഞങ്ങൾ എന്ത് പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും? എനിക്ക് പേടിയാ. I'm scared. I'm really scared. Please, you must believe me. I don't know. പഴയ ബ്രാൻഡ് തന്നെയാണ് പെത്തഡിൻ, പിന്നെ ബ്രൗൺ ഷുഗറും. No, I have quit all this. Please don't. പാവം, താൻ പാവമാണ്, ഭീരു. പക്ഷേ തന്നെപ്പോലൊരു പാവം ഭീരുവിന് ഒരു കാലത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. സോ മറ്റൊരു വഴിയില്ലാതെ പോയി. സോറി.
Take it. Come on, let's go for a ride. നാളെ ഡോക്ടർ കുമാർ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യും. അതും പിന്നെ ദാ ഈ പോണതും എല്ലാം ഭദ്രമായിരിക്കും അയാളുടെ കയ്യിൽ. എ ക്ലീൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അയാൾ മാനേജ് ചെയ്തോളൂ. നോ ഡൗട്ട്സ്, നത്തിങ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. Easy, man, easy. Now, be seated and take charge, okay? You want this? No. Naughty boy. Now be a good boy and drive carefully. Understand? Carefully. മയക്കുമരുന്ന് ലഹരിയിൽ കാർ ഓടിച്ച് ഡോക്ടർ സ്വയം മരണം വരിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് മതാന്ധനായി കാർ ഓടിച്ച് നഗരത്തെ കിടുകിടെ വിറപ്പിച്ച ഡോക്ടർ വിജയകുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറുമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് മോർണിംഗ് ബെഡ് അല്ലേ? തങ്കച്ചൻ സാറിനെ ഒന്ന് തരുമോ പ്ലീസ്? അതെ, തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷയിൽ എഴുതി കൂടാ നിനക്ക്? എടാ പനപ്പൊൽ. ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. പ്ലീസ് മനസ്സിലാക്കി തരാമടാ. ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു. വച്ചിട്ട് പോടാം പരമനാറി. അല്ല സാർ, അയാൾ ഇനി ഇത് വെച്ചു വല്ല? നോ, വിളിച്ചത് കളക്ടറാണെന്ന് അവൻ ജന്മത്ത് വിശ്വസിക്കാൻ പോണില്ല. നീ അഥവാ വിശ്വസിച്ചാൽ തന്നെ ദാറ്റ്സ് ഹിസ് പ്രോബ്ലം, നോട്ട് മൈൻ. കൂടിപ്പോയാൽ അവൻ കളക്ടറുടെ പേരും പറഞ്ഞ് പത്രാധിപർക്ക് അജ്ഞാതന്റെ ടെലിഫോൺ ഭീഷണി എന്ന് നാളത്തെ മോർണിംഗ് ബെഡിൽ ഒരു 6 ഗുണം തലക്കെട്ട് കൊടുക്കും, അത്ര തന്നെ. മിസ് മുഖർജി, ഇതും ട്രെയിനിങ്ങിന് ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. കളക്ടറല്ല, ചീഫ് സെക്രട്ടറി ആയാലും ശരി, ചില സിറ്റുവേഷനിൽ എടുത്ത് വീശാൻ ഇതുപോലെ 4 തൊട്ടിവാചകം പഠിച്ചു വെക്കുന്നത് നല്ലതാ. എങ്കിലേ ജീവിക്കാൻ പറ്റുമോ ഈ പുലമാരുടെ ഇടയിൽ. പിന്നെന്തായി നമ്മുടെ ടെലിഫോൺ ബൂത്ത് അന്വേഷണം? ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു.
ഗസ്റ്റ് റൂമിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. Come on, man. What is the twist? ആ സാർ, ഇത് ബഷീർ. ഡേവിഡ്സ് റോഡിൽ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് ഇയാൾക്ക്. ഒരു പരാതി ബോധിപ്പിക്കാനാണ് എന്നെ വന്ന് കണ്ടത്. You are beating around the bush. ഇല്ല സർ, May 4th, അതായത് ലഹള നടന്ന ദിവസം, പെങ്ങളുടെ വളയിടിയിൽ പ്രമാണിച്ച് ഇയാൾ അന്ന് ബൂത്ത് തുറന്നിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ആരോ ബലം പ്രയോഗിച്ച് ഇയാളെ ബൂത്ത് തുറന്ന് ഫോൺ ചെയ്തു. പിറ്റേന്ന് തന്നെ ലോക്കൽ സ്റ്റേഷന് കംപ്ലൈന്റുമായിട്ട് ഇയാൾ ചെന്നതാ. ബട്ട് ഇയാളുടെ കഷ്ടകാലത്തിന് എന്തോ ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് ഡിവൈഎസ്പി ചാക്കോ വാസ്തയർ പറയണം. ഇടത്തോട്ട് മുണ്ടെടുത്തിരിക്കുന്ന കണ്ടിട്ട് ജകളക്കാരനല്ലേടാന്നും പറഞ്ഞ് തുടക്കത്തിൽ തന്നെ ഒരു 2 അടി അടിച്ചു സാർ. പിന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് പെടുത്താതിരിക്കാൻ സ്പോട്ടിൽ തന്നെ ഒരു 500 രൂപ കൈമടക്ക്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും കോൺസ്റ്റബിളന്മാരെയൊക്കെ ബൂത്തി പറഞ്ഞയച്ച് ആവശ്യം പോലെ 50-100 ഒക്കെ നിത്യപ്പിരിവ്. അതും പോരാഞ്ഞിട്ട് Now you come to it, man. സർ, No, just a minute. ബഷീർ പോയിക്കോളൂ. ഇനി ആരും ഉപദ്രവിക്കില്ല, ഞാൻ പറഞ്ഞോളാം. ഓ യെസ് സർ, ബൂത്ത് പൊളിച്ച് അകത്ത് കയറി ഫോൺ ചെയ്തത് മധുവാണ്, ഞാൻ ഊഹിച്ചു. ദാ കൃത്യം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മധുവിന്റെ വീട്ടിലെ നമ്പർ. പിന്നെ ദാ ഇതാണ് സർ നമ്പർ. ഈസ് ഇൻ ദാറ്റ് ഫെമിലിയർ? യെസ്, ദാറ്റ് മീൻസ് മരിക്കുന്നതിന് കുറച്ച് മുൻപ്, അല്ലെങ്കിൽ ലഹള തുടങ്ങുന്നതിന് മുമ്പ് മധു കമ്മീഷണർ ശങ്കറുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചിരുന്നു. What does that mean, sir? സിമ്പിൾ. ലഹളയ്ക്ക് മുൻപും പിൻപും ഇവിടെ നടന്ന സംഭവങ്ങളിൽ കമ്മീഷണർ ശങ്കർ ഈസ് ഇൻവോൾവ്. ഉറപ്പാണത്. Oh, Christ. It's shocking. വേറെ നിവൃത്തിയില്ല. കയ്യെത്തി പിടിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാൾ. പ്രസാദ് സർ, ഈ ഡോക്ടർ വിജയിന്റെ പോസ്റ്റ്മോർട്ടം ഇറ്റ്സ് ഓവർ അല്ലേ? സർ, വൈകിട്ട് 4:30 കഴിഞ്ഞു. ബോഡി ബന്ധുക്കൾക്ക് യു വാസ് ഡ്രഗ്ഡ്, റൈറ്റ്? സർ. Damn it. മലയാളമായോ? Yes, sir. But say... Then read this. Loud. Something sneaky in between the lines. ഈ റിപ്പോർട്ടിൽ എവിടെയോ ഒരു കുരുക്കുണ്ട്. Come on. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് No, next para. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. Yes. That's it. രാവിലെ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി 4:30 മണിക്ക് അവസാനിച്ചു. ആൻഡ് ദ റിപ്പോർട്ട് ജസ്റ്റ് കെയിം, റൈറ്റ്? സർ. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അച്ചടിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയ തങ്കച്ചന്റെ മോർണിംഗ് ബേർഡിൽ മാത്രം ഇതെങ്ങനെ വന്നു? സംഭവം ബെത്തഡിനാണെന്ന് ഹൗ ദ ഹെൽ ഡസ് ഹി നോ? മറ്റൊരു പത്രത്തിലും വരാത്ത ഈ ഹിന്റ്. സർ, അതൊരു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയും പോലെ മുൻപ് ഇയാൾ ഒരു പെത്തഡിൻ മോഷണ കേസിൽ അക്യൂസ്ഡ് ആയതുകൊണ്ട് ഇവർ ഊഹിച്ചതാണെങ്കിലോ? നോ, സംഭവം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഊഹിച്ചതല്ലെങ്കിലോ? സിറ്റിയിലെ ട്രാഫിക് ചാർജ് തനിക്കല്ലേ? സർ. Then just kick him in. Be with him. Part of your police training. അല്ല സർ. വഴിയുണ്ടോ? പറയാം. തനിക്കറിയില്ലേ ഈ നഗരത്തിലെ ഒരു 1-ാം കിട മദ്യപാനിയാണ് തങ്കച്ചനെന്ന്? Go. Grab him. പോക്കർത്തിനെ കാണിക്കുന്നു. ആ, അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. ഓ, നമ്മളാണോ ഇപ്പൊ ഇടിച്ചതാണല്ലോ? ആ, അതാണ് വാട്ടർ അടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം. ഞാൻ വാട്ടർ അടിച്ച തനിക്കെന്താടോ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. അതെ, പോലീസുകാരനായാലും മന്ത്രിയായാലും പത്രക്കാരനായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈയിടയ്ക്ക് ഒരു മന്ത്രി അടിച്ച് പൂക്കുറ്റിയായി ട്രെയിനിൽ കിടന്ന് കലക്കിയില്ലേ, അതായിരിക്കും ഇൻസ്പിറേഷൻ. ആക്കുന്നോ മൈൻഡ് യുവർ ലാംഗ്വേജ്. അയ്യോ, ഇവളേതാ ഈ പെങ്കൊച്ച്? പോലീസാണോ അതോ? ഓ, ആ മതി മതി, പിടിച്ച് വണ്ടി കൊണ്ടിട.
പൊക്കിയെടുത്ത് അതില് ഇത് പറയാനാണെങ്കിൽ പിന്നെ ആരെ കഴിവാറ്റാനാണോ താനൊക്കെ കാക്കിയിട്ട് നടക്കുന്നത്? ഫോൺ വെക്കണം. ബ്ലഡി അറിയില്ല, ഒരുത്തനും അറിയില്ലത്രേ. ഗുഡ് ഫോർ നത്തിങ് ക്ലൗൺസ്. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കസ്റ്റഡിയിലായിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അയാളെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലത്രേ. കീഴട്ട് കഴുതകൾ. ഒരു IAS കാരൻ അവന്റെ പുറകെ കടിച്ചു വാലായിട്ട് നടക്കാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ അവന്റെ ആസനം താങ്ങി കൊടുക്കാൻ നിന്നെ പോലുള്ള ചേറ്റകളും. നോക്കിക്കോ, ഇതിന്റെ പേരില് ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും. അല്ല സാർ, ഇനിയിപ്പോ നമ്മള് യെസ് കമ്മീഷണർ. ഓഹോ, താങ്ക് യു അനന്തൻ. എനിക്കറിയാം ദാറ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഞാനിപ്പോ തന്നെ പുറപ്പെടും. പോലീസിനെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ വേറെ ആണുങ്ങളോട് തിരഞ്ഞു പിടിക്കാൻ. നോക്കിക്കോ, ഇവിടെ പോലീസിനെ ഭരിക്കുന്ന IAS ആണോ IPS ആണോ എന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. ഐ വിൽ പ്രൂവ് ദാറ്റ്. യെസ് സർ.